എലൈറ്റ് ദ ഡീകോഡേഴ്സ് എന്ന ചാനലിലേക്ക് ക്രിസ്തു യേശുവയുടെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. 91 സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. 4 സമയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 സമയങ്ങളിൽ 4 വ്യത്യസ്തങ്ങളായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എത്ര പേർക്കറിയും? അഥവാ സമയങ്ങൾക്കനുസരിച്ച് പിശാചുക്കൾക്ക് ഡ്യൂട്ടി വ്യത്യാസമുണ്ട്. അവൻ ഓരോ സമയത്തും അവരെ അസൈൻ ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ രീതികളിലായി. പിശാചിന് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ സമയവും കൃത്യമായ ഡ്യൂട്ടിയുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ ബലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും അറിവും നമുക്കുണ്ടായിരിക്കണമെന്നതാണ്. പഴമക്കാർ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്: ആഴമറിഞ്ഞ് നീന്താനിറങ്ങണം. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പിശാചിന്റെ ബലമറിഞ്ഞു വേണം നമ്മളവയെ ശാസിക്കേണ്ടതും നമ്മളവയെ പിടിച്ചു കെട്ടേണ്ടതും. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, നമുക്ക് ഒരുമിച്ച് ഉത്തരങ്ങൾ കണ്ടെത്താം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങി വരാം. വീരനാം ദൈവത്തെ ഒരുമിച്ച് ഉയർത്താം.